നെഞ്ചിൻ്റെ മധ്യഭാഗം കാണാൻ പറ്റുന്ന രീതിയിൽ. അത് നിർബന്ധമല്ല, സ്ത്രീകളിൽ വസ്ത്രം മാറ്റണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഏതാണോ ഡോമിനൻ്റ് ഹാൻഡ്, നമുക്ക് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന കൈയുടെ പത്തിഭാഗം, അതായത് ഹീൽ ഓഫ് ഹാൻഡ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്നത്. മറ്റേ കൈ കൊണ്ട് നമുക്ക് ലോക്ക് ചെയ്ത് പിടിക്കുക. വിരലുകൾ നെഞ്ചിൽ മുട്ടാൻ പാടില്ല. ഈ മധ്യഭാഗം നെഞ്ചിലെ സ്റ്റേണം എന്ന് പറയുന്ന മധ്യഭാഗത്തുള്ള ബോണിൻ്റെ മധ്യഭാഗത്തായിട്ട് അല്ലെങ്കിൽ കുറച്ച് താഴേക്കായിട്ട്, വയറിലോട്ട് പോകാൻ പാടില്ല. നെഞ്ചിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് താഴെയായിട്ടാണ് കൈ വെക്കുന്നത്. അതിനുശേഷം കൈമുട്ടുകൾ നിവർന്നിരിക്കണം, കൈമുട്ടുകൾ വളഞ്ഞിരിക്കാൻ പാടില്ല. കൈമുട്ടുകൾ നിവർന്നിരിക്കണം. നമ്മൾ കൊടുക്കുന്ന ബലം നേരെ താഴേക്കാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഷോൾഡർ, തോൾ ഭാഗം നേരെ പേഷ്യൻ്റെ നെഞ്ചിൻ്റെ മുകളിലേക്ക് വരണം. അങ്ങനെ വന്നതിന് ശേഷമാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കേണ്ടത്. എത്രത്തോളം താഴത്തിൽ കൊടുക്കണമെന്ന് പറയുന്നത്, സാധാരണ ഒരു മുതിർന്ന പൗരനിൽ കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 മുതൽ 6 സെൻറ്റിമീറ്റർ താഴ്ചയിലാണ് നമ്മൾ നെഞ്ച് അമർത്തേണ്ടത്. അതിനുശേഷം ഓരോ അമർത്തലിന് ശേഷവും പൂർണ്ണമായി നെഞ്ച് വികാസം പ്രാപിക്കാൻ അനുവദിക്കണം. എത്ര വേഗതയിൽ നമ്മൾ കംപ്രഷൻ കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ CPR പറയുന്നത് ഒരു 30 കംപ്രഷൻ കൊടുക്കൂ, 2 ബ്രീത്ത് കൊടുക്കൂ എന്നാണ്. 30 കംപ്രഷൻ 2 ബ്രീത്ത്. അത് കൊടുക്കേണ്ട വേഗത ഒരു 100 മുതൽ 120 കംപ്രഷൻ ഒരു മിനിറ്റിൽ വരുന്ന വേഗത. അതായത് ഒരു 1 and 2 and 3 and 4 and 5 and 6 and 7 and 8 and 9 and 10 ആ ഒരു വേഗത, അതായത് ഒരു മിനിറ്റിൽ ഒരു 100 മുതൽ 120 വരെ വരുന്ന വേഗതയിലാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് ചെസ്റ്റ് റീകോയിൽ അനുവദിക്കുക. അടുത്ത് നമ്മൾ 2 ബ്രീതിങ് എങ്ങനെ കൊടുക്കും? അപ്പം പേഷ്യൻറ്റിൻ്റെ ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ശ്വാസനാളം തുറക്കുന്നതിന് വേണ്ടി, അബോധാവസ്ഥയിലിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ശ്വാസനാളം അടഞ്ഞിരിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. ശ്വാസനാളം തുറക്കുന്നതിന് വേണ്ടി ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് എന്നൊരു പ്രക്രിയയാണ് ചെയ്യുന്നത്. നമ്മുടെ കൈപ്പത്തി നെറ്റിയിലോട്ട് വയ്ക്കുക. പെരുവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് മൂക്കിൻ്റെ ദ്വാരങ്ങൾ അടച്ചു പിടിക്കുക. താടി മറ്റ് വിരലുകൾ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യുക. ഇത് മാനിക്കിൻ ഇങ്ങനെ തിരിക്കുക. ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് മൗത്ത് ടു മൗത്ത് ആണെങ്കിൽ മൗത്ത് ടു മൗത്ത്, അല്ല എങ്കിൽ മാസ്ക് ഉപയോഗിച്ച് ടിക് ടിക് 1 ടിക് ടിക് 2 2 ബ്രീത്ത് കൊടുക്കാം. ആ ബ്രീത്ത് കൊടുക്കുന്നത് സ്വാഭാവിക ബ്രീത്തായിരിക്കണം. നോർമൽ ശ്വാസം എടുക്കുക. 1 സെക്കൻഡിൽ 1 ശ്വാസം എന്ന നിലയിലാണ് 2 ബ്രീത്ത് കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും നമ്മൾ CPR ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുക. ഏതുവരെ? ഒന്നുകിൽ നമുക്ക് പേഷ്യൻറ്റിനെ ഉണരുന്നു അല്ലെങ്കിൽ പൾസ് തിരിച്ചു കിട്ടുന്നു. എങ്ങനെ അറിയാം? ഓരോ 2 മിനിറ്റിലും നമ്മൾ പൾസ് ചെക്ക് ചെയ്യുകയും ശ്വാസോച്ഛ്വാസം ചെക്ക് ചെയ്യുകയും വേണം. ഇതിലെപ്പോഴെങ്കിലും നമുക്ക് പൾസ് തിരിച്ചു കിട്ടിയാൽ അവിടെ CPR അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹയർ ഫെസിലിറ്റീസ്, ആംബുലൻസ്, AED, ഡീഫിബ്രിലേറ്റർ തുടങ്ങിയ ഹയർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് വരെയും നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം.